ആരോടും വിഷമിക്കരുതെന്ന് പറഞ്ഞു. അച്ഛന് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ അതാ പോലീസുകാർക്ക് മനസ്സിലാവുന്നില്ലല്ലോ മോളെ. അനിയൻ കുഞ്ഞിനെ കുറിച്ച് അവർക്ക് സംശയം ഉണ്ടെങ്കിൽ അവരീ നാട്ടിൽ വന്നത് ചോദിച്ചു നോക്കട്ടെ. ഇവിടെ ഏതെങ്കിലും ഒരാൾ അവനെതിരായിട്ട് ഒരു വാക്ക് പറയൂ? ഗാഥ, ഇതെന്തു പറ്റി? വല്ലാത്തൊരു മാറ്റം. എന്ത് മാറ്റം? ഞാൻ പുറകെ വന്ന് ഒന്ന് തൊട്ടാ പോലും ഓടിക്കളയുന്ന ആള്, കുറച്ചു നേരം അടുത്ത് നിന്ന് ടെൻഷൻ ആവുന്ന ആള്, ഇപ്പതേ മുല്ലമുട്ടും എടുത്ത് എന്റെ പുറകെ. അതാ ചോദിച്ചത് എന്താ പറ്റിയെന്ന്. ആ, ഇനി അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നവീൻ എന്റേതല്ലേ. പിന്നെ എവിടെ വെച്ചായാലും ഞാൻ നവീന്റെ അടുത്തേക്ക് തന്നെ വരും. വെരി ഗുഡ്. ഞാൻ ആഗ്രഹിച്ച പോലെ ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒക്കെ പെരുമാറുന്നുണ്ട്. ഇത് തന്നെയാണ് എൻ്റെ കഥ. താങ്ക് യു. എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം എന്നൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ നമ്മളെക്കാൾ സന്തോഷിക്കുന്ന മറ്റാരും ഉണ്ടാവില്ല. ഉറപ്പാ? എൻ്റെ ഭാര്യയ്ക്ക് ഞാനൊരു സമ്മാനം തരട്ടെ? അയ്യോ, പാമ്പ്! അയ്യോ, അയ്യോ, നവീൻ, നവീൻ, ഗാഥ, നവീൻ, അയ്യോ. ഗാഥ, പാമ്പില്ല. ഇല്ല, അവിടെ ഞാൻ പാമ്പുണ്ട്. പറയുന്നത് കേൾക്ക്. ഞാൻ കണ്ടതല്ലേ. നോക്ക് നവീൻ. അവിടെ പാമ്പില്ല ഗാഥ. ദേ പാമ്പ്. ഗാഥ പറയുന്ന കേൾക്ക്. അയ്യോ, അയ്യോ, ഗാഥ, പാമ്പ്, പാമ്പ്, അയ്യോ പാമ്പ്, അയ്യോ പാമ്പ്. എന്താ? അമ്മേ, എന്താ? അമ്മേ, അമ്മേ, എന്താ പാമ്പ്, മോളെ? പാമ്പുണ്ട്. എന്താ? കൊത്താൻ വരണമേ. പാമ്പ്. മോളെ എന്താ? ആ നാഗങ്ങള് എന്റെ പിന്നാലെ വന്ന് അതെന്നെ കൊല്ലും, അതെന്നെ കൊല്ലും. നാഗബന്ധനത്തിൽ അടക്കി നിർത്തിയിരിക്കുന്ന നാഗകോപം ഉഗ്രമായി പുറത്തു വരും. നാഗങ്ങൾ അവളെ പിന്തുടരും. ഒടുവിൽ നാഗദംശനമേറ്റ് മരണം സംഭവിക്കുകയും ചെയ്യും. ഒന്നുമില്ലമ്മേ.
ഈ ഗാഥയ്ക്ക് വെറുതെ ഓരോന്ന് തോന്നുന്നതാ. അല്ല നവീൻ, ഉറപ്പായിട്ട് നാഗമുണ്ട്, ഞാൻ കണ്ടതല്ലേ. മോള് വന്നേ, നമുക്ക് നോക്കാം. ഇല്ല ഇല്ല, ഞാൻ വരുന്നില്ല. ഇതെന്താ കുട്ടി നീ വീണ്ടും ഇങ്ങനെയായേ? ഇത്രയും ദിവസം പേടിയില്ലാതെ ഇവിടെ കഴിഞ്ഞതല്ലേ? ഇപ്പൊ 2 ദിവസം മമ്മിയുടെ കൂടെ പോയപ്പോഴേക്കും എന്താ പറ്റിയത്? ഗാഥ, വാട്ട് ഹാപ്പൻഡ്? സത്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്തായി സംഭവിക്കുന്നെന്ന്. ഒരു സമയത്ത് നാഗങ്ങൾക്ക് പ്രിയപ്പെട്ടവളാവുക, അടുത്ത സമയത്ത് അതോർത്ത് പേടിപ്പെടുക. എന്താ ഇത് ഗാഥ? അമ്മേ, എനിക്ക് മുറിയിലൊന്നും നിൽക്കണ്ട. എന്താന്ന് വെച്ചാൽ ചെയ്യാമേ. അമ്മായി അമ്മാവനും കീർത്തിയൊന്നും കേൾക്കണ്ട. ഇനി അവരുടെ കുതന്ത്രം കൂടി കേൾക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇപ്പൊ ഗാഥ നാഗത്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വെറും ഒരു തോന്നലല്ല. അരുതാത്തതെന്തോ അത് ഗാഥയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടുണ്ട്. ഇത്രയൊക്കെ ഗണിച്ച് പറയാമെങ്കിൽ ആ കാര്യം കൂടെ മുത്തശ്ശിക്ക് അങ്ങ് പറഞ്ഞൂടെ? അല്ല, ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. ഒരു ജന്മം മുഴുവൻ ഇങ്ങനെ ശാപവും പരിഹാരവും മാത്രമായിട്ട് നോക്കി നടന്നാ മതി മുത്തശ്ശി? അതിനിടയിൽ ജീവിതം എന്ന് പറയുന്ന കാര്യമില്ലേ? അതെന്താ മനസ്സിലാക്കാത്തെ? നവീൻ, ഈ അന്തരീക്ഷം എല്ലാത്തിനും കാരണം ഒരാളെ മാത്രമല്ല, എല്ലാവരെയും കൊന്നോണ്ടിരിക്കുക. എനിക്ക് എല്ലാത്തിനോടും വെറുപ്പ് തോന്നുക. ആചാരങ്ങളോടും പൂജകളോടും എല്ലാത്തിനോടും. തോറ്റുപോയമ്മേ, അച്ഛനെ ഇറക്കാൻ പറ്റിയില്ല. പോലീസുകാരൊക്കെ അച്ഛനോട് മോശമായിട്ടാ പെരുമാറുന്ന. വക്കീല് വന്നിട്ട് CI വക്കീലിനെ പിടിച്ച് പുറത്താക്കി. ദുഷ്ടന്മാര്. കൊല്ലാൻ നിന്നവർക്ക് കുഴപ്പമില്ല, രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്കാ കുഴപ്പം. പാവ ശ്രീനിവാസ സാറ്. അച്ഛൻ ലോക്കപ്പിൽ കിടക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ. എന്നിട്ടും അച്ഛൻ എന്നെ സമാധാനിപ്പിക്കാനാണ് നോക്കിയത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? കൃഷ്ണ മോളെ, അയ്യോ, അമ്മായി മോളെ, എത്ര പ്രഗത്ഭനായി വക്കീലിനെ കണ്ടുപിടിച്ചെന്നറിയാവോ? പക്ഷെ ആ CI ഇങ്ങനെയൊക്കെ പെരുമാറി കളഞ്ഞല്ലോ. എന്റെ അനിയൻ കുഞ്ഞ് എന്താ പറഞ്ഞത് മോളെ? പറ. ആരോടും വിഷമിക്കരുതെന്ന് പറഞ്ഞു. അച്ഛന് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ അതാ പോലീസുകാർക്ക് മനസ്സിലാവുന്നില്ലല്ലോ മോളെ. അനിയൻ കുഞ്ഞിനെ കുറിച്ച് അവർക്ക് സംശയം ഉണ്ടെങ്കിൽ അവര് നാട്ടിൽ വന്നത് ചോദിച്ചു നോക്കട്ടെ. ഇവിടെ ഏതെങ്കിലും ഒരാൾ അവനെതിരായിട്ട് ഒരു വാക്ക് പറയൂ?